വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ചർച്ച ചെയ്തത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതിയിൽ നിന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. INTUC നേതാവ് അടക്കമുള്ള പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതി നൽകാനാകില്ലെന്നാണ് സർക്കാരിന്റെ നിലപാട്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും ജിജീഷ് കരുണാകരൻ തന്നെയാണ് നൽകുന്നത്. ജിജീഷ് ചേട്ടാ, ഇത് സംബന്ധിച്ച് വ്യവസായ വകുപ്പ് സെക്രട്ടറി നൽകിയ മറുപടി സത്യവാങ്മൂലം ഹൈക്കോടതി ഇന്ന് പരിശോധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇത്തരം കാര്യങ്ങളിൽ എന്തിന് ഈ ഒരു കുറ്റവാളികളെ അല്ലെങ്കിൽ ആരോപണ വിധേയരായ ആളുകളെ സംരക്ഷിക്കുന്നു എന്ന ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ് ഹൈക്കോടതിയുടെ ഈ കേസ് പരിഗണിക്കുന്ന വിവിധ ഘട്ടങ്ങളിൽ ഉയർത്തിയിരിക്കുന്നത്. അതുതന്നെയാണ് കോടതിയുടെ പരിഗണനയ്ക്ക് പ്രധാനമായും വന്നിരിക്കുന്നത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസുമായി ബന്ധപ്പെട്ട കോടതി അലക്ഷ്യ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. INTUC നേതാവ് അടക്കമുള്ള പ്രതികളാണ് ഇതിൽ എതിർസ്ഥാനത്തുള്ളത്, പ്രതിസ്ഥാനത്ത് ഉള്ളത്. ഇത് സംബന്ധിച്ച് കശുവണ്ടി വികസന അഴിമതി കേസിൽ പ്രതികളായ INTUC നേതാവ് R ചന്ദ്രശേഖരൻ, MD ആയിരുന്ന K രതീഷ് എന്നിവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ തെളിവുകളില്ല എന്നാണ് കഴിഞ്ഞ ദിവസം സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. എന്നാൽ എന്തിനാണ് ഇവരെ ഈ ഇത്തരത്തിൽ സംരക്ഷിക്കുന്നത്? അതിൽ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ പോലും സർക്കാരിന് ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം ഇടത് സർക്കാർ ഭരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തന്നെ പറഞ്ഞ ഒരു പരാമർശമുണ്ട്. സാധാരണ നിലയിൽ ചില ആളുകളെങ്കിലും വിശ്വസിച്ച് പോരുന്നത് ഇടതു ഭരണത്തിന് കീഴിൽ ഇത്തരം കാര്യങ്ങളെല്ലാം സുഗമമായി പോകും, അവർ അഴിമതിക്കാരെ സംരക്ഷിക്കില്ല എന്ന ഒരു ധാരണയുണ്ട്. അത് ധാരണ മാത്രമാണ് എന്ന് എല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും അങ്ങനെ ഒരു ധാരണയുണ്ട്. എന്നാൽ ആ ധാരണ പോലും തെറ്റിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്നാണ് കോടതി വ്യക്തമാക്കിയത്. അതുകൊണ്ടാണല്ലോ ഈ പ്രോസിക്യൂഷൻ അനുമതി നൽകാത്തത് എന്ന കാര്യം കോടതി ചോദിക്കുകയും ചെയ്തു. കാരണം INTUC നേതാവിനെ സംരക്ഷിക്കാൻ ഇത്ര വ്യഗ്രത കാണിക്കേണ്ട കാര്യം CPM-നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. സ്വാഭാവികമായും തങ്ങളുടെ നേതാക്കൾ പ്രതിക്കൂട്ടിലാകുമ്പോൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ അതുതന്നെ മുന്നിൽ ഒരുപാട് ഉണ്ട് എന്നിരിക്കെ എന്തിനാണ് ഈ INTUC നേതാവിനെ ഇത്തരത്തിൽ സംരക്ഷിക്കുന്നത്? ഒരു ഉദ്യോഗസ്ഥനെ, രതീഷ് എന്ന ഉദ്യോഗസ്ഥനെ ഇത്തരത്തിൽ സംരക്ഷിക്കുന്നത് എന്ന കാര്യമാണ് കോടതി വാക്കാൽ പരാമർശങ്ങളായി നടത്തുകയും ചെയ്യുന്നത്. ഇടതു സർക്കാർ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നു എന്നായിരുന്നു ഹൈക്കോടതി ഇത് പറഞ്ഞുകൊണ്ട് വിമർശനം ഉയർത്തുകയും ചെയ്തത്. അതായത് തുടർച്ചയായി ഇത്തരം ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ പ്രോസിക്യൂഷൻ അനുമതി നൽകി CBIക്ക് അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാമെന്ന് വ്യക്തമാക്കി അതിനുവേണ്ട സഹായങ്ങൾ, CBI അന്വേഷണത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്യേണ്ട ഒരു സംവിധാനമാണ് ഇത്തരത്തിൽ ഈ പ്രതികളെ സംരക്ഷിക്കുന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഴിമതിയാണ് 2005 മുതൽ 2015 വരെ INTUC നേതാവിനെ ചേർത്ത് നിർത്താൻ അല്ലെങ്കിൽ സംരക്ഷിക്കാൻ സർക്കാരിന് എന്താണ് ഇത്ര മിടുക്കെന്നാണ് നമുക്ക് ആലോചിച്ചിട്ട് അങ്ങോട്ട് മനസ്സിലാവാത്തത്. ജിജീഷ്, എന്തായാലും ഇതിന് ഒരു ഗൂഢലക്ഷ്യം അത് ഉണ്ടെന്നുറപ്പാണ്.